ഇന്നവേറ്റീവ് PSC ട്യൂട്ടറിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന 10th പ്രിലിംസ് എക്സാം എഴുതുന്നവർക്ക് വേണ്ടി തയ്യാറാക്കിയ മുൻവർഷ ചോദ്യങ്ങളുടെ ഒരു റിവിഷൻ വീഡിയോ ആണിത്. ഇത് 8ാമത്തെ ഭാഗമാണ്. ഇതിന് മുമ്പത്തെ വീഡിയോകൾ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർ പോയി കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. വീഡിയോ ഉപകാരമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: താഴെ പറയുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏത്? ആൻസർ ഓപ്ഷൻ ഡി, വിറ്റാമിൻ സി. അടുത്ത ക്വസ്റ്റ്യൻ: ഏത് ജീവകത്തിൻ്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, ജീവകം സിയുടെ അഭാവമാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം? ആൻസർ ഓപ്ഷൻ എ, നിശാന്തത. അടുത്ത ക്വസ്റ്റ്യൻ: രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? ആൻസർ ഓപ്ഷൻ സി, വിറ്റാമിൻ കെ. അടുത്ത ക്വസ്റ്റ്യൻ: താഴെ പറയുന്നവയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി, 1, 2, 3. ഇതിൻ്റെ വക്താവ് MS സോമനാഥൻ ആണ്. ആദ്യകാലഘട്ടങ്ങളിൽ ഇത് ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെട്ടത്. രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗിച്ചുള്ള കൃഷിരീതിയാണിത്. അടുത്ത ക്വസ്റ്റ്യൻ: ആദ്യത്തെ റെയിൽപാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം? ആൻസർ ഓപ്ഷൻ ഡി, 1861 മാർച്ച് 12. അടുത്ത ക്വസ്റ്റ്യൻ: മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഏത് നദിയുടെ തീരത്താണ്? ആൻസർ ഓപ്ഷൻ സി, ഭാരതപ്പുഴ. അടുത്ത ക്വസ്റ്റ്യൻ: ഭവാനിപ്പുഴയിൽ എത്തിച്ചേരുന്ന കൊടുങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന പ്രദേശം? ആൻസർ ഓപ്ഷൻ സി, അട്ടപ്പാടി. അടുത്ത ക്വസ്റ്റ്യൻ: കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം? ആൻസർ ഓപ്ഷൻ എ, പേരമ്പാടി ചുരം. അടുത്ത ക്വസ്റ്റ്യൻ: കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ആൻസർ ഓപ്ഷൻ എ, ശാസ്താംകോട്ട കായൽ. അടുത്ത ക്വസ്റ്റ്യൻ: കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ശരിയായ ജോഡി ഏത്? ആൻസർ ഓപ്ഷൻ സി, 2ഉം 3ഉം, പാമ്പാറും ഭവാനിയും. അടുത്ത ക്വസ്റ്റ്യൻ: സിവിൽ നിയമലംഘനം എന്ന ആശയം ഗാന്ധിജി കടമെടുത്തത് ആരിൽ നിന്ന്? ആൻസർ ഓപ്ഷൻ ബി, തോറോ. അടുത്ത ക്വസ്റ്റ്യൻ: മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി, 1, 2, 3. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നൽകിയ മുദ്രാവാക്യമാണ്. പിന്നെ ചമ്പാരൻ സത്യാഗ്രഹം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്നിവ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു? ആൻസർ ഓപ്ഷൻ ബി, ഗോപാലകൃഷ്ണ ഗോഖലെ. അടുത്ത ക്വസ്റ്റ്യൻ: കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി? ആൻസർ ഓപ്ഷൻ ബി, പെരിയാർ, 244 കിലോമീറ്ററാണ്. അടുത്ത ക്വസ്റ്റ്യൻ: തഞ്ചാവൂർ ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു? ആൻസർ ഓപ്ഷൻ എ, കാവേരി നദീതീരത്ത്. അടുത്ത ക്വസ്റ്റ്യൻ: അമരാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ആൻസർ ഓപ്ഷൻ എ,
കാവേരി നദിയുടെ പോഷക നദിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹിമഭോജി അഥവാ മഞ്ഞ് തിന്നുന്നവൻ എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം. ആൻസർ ഓപ്ഷൻ ബി ചിനൂക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയിലെ കിഴക്കൻ ചെരിവിലൂടെ വീശുന്ന കാറ്റ്. ആൻസർ ഓപ്ഷൻ എ ചിനൂക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, കാൽബൈശാഖി എന്നത്. ആൻസർ ഓപ്ഷൻ എ കാറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതൊക്കെ? ആൻസർ 1, 3, 4 സിന്ധു, നർമ്മദ, പെരിയാർ എന്നിവയാണ് അറബിക്കടലിൽ പതിക്കുന്ന നദികൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലുതേത്? ആൻസർ ഓപ്ഷൻ എ ഗോദാവരി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഉപദ്വീപീയൻ നദികളിൽ പെടാത്ത നദി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ലൂണി നദി. ഉപദ്വീപീയൻ നദിയല്ല. നർമ്മദ, മഹാനദി, കാവേരി എന്നിവ ഉപദ്വീപീയൻ നദികളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത്? ആൻസർ ഓപ്ഷൻ സി കാവേരി നദി. അടുത്ത ക്വസ്റ്റ്യൻ, പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശമായി അംഗീകരിച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ആൻസർ ഓപ്ഷൻ എ 86-ാം ഭരണഘടനാ ഭേദഗതി. അടുത്ത ക്വസ്റ്റ്യൻ, മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി സർദാർ വല്ലഭായ് പട്ടേൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന പ്രദാനം ചെയ്യുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ ബി 6. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജി അധ്യക്ഷത വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം. ആൻസർ ഓപ്ഷൻ സി ബൽഗാം സമ്മേളനം 1924. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെ? ആൻസർ ഓപ്ഷൻ സി ദിഗ്ബോയ്. അടുത്ത ക്വസ്റ്റ്യൻ, കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ ഛത്തീസ്ഗഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ചെമ്പിൻ്റെ പ്രധാന ഉൽപാദന സംസ്ഥാനങ്ങൾ. ആൻസർ ഓപ്ഷൻ ഡി ജാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ ഡി ജാരിയ. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് തരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ ലിഗ്നൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 പൗരന്മാർക്ക് ചില മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. താഴെ പറയുന്നവയിൽ ഒരു അവകാശം ഭാഗം 3 ഉൾപ്പെടുത്തിയിട്ടില്ല. ഏതാണ് ആ അവകാശം? ആൻസർ ഓപ്ഷൻ ബി തുല്യജോലിക്ക് തുല്യവേതനത്തിനുള്ള അവകാശം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ 1, 2, 4. മൗലിക അവകാശങ്ങൾക്ക് വിരുദ്ധമായി നിർമ്മിക്കുന്ന നിയമങ്ങൾ അസാധുവാക്കാനുള്ള വകുപ്പാണ് വകുപ്പ് 13.
സ്ഥാനപ്പേരുകൾ ഒഴിവാക്കാനുള്ള വകുപ്പ് വകുപ്പ് 18 മതസ്ഥാപനങ്ങൾ വിനിയോഗിക്കുന്ന പണത്തെ നികുതിയിൽ നിന്നും ഒഴിവാക്കുന്ന വകുപ്പാണ് വകുപ്പ് 27. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 19 പ്രകാരമുള്ള സ്വാതന്ത്ര്യങ്ങളിൽ പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി, വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം. ആവിഷ്കാര സ്വാതന്ത്ര്യവും സംഘടനാ സ്വാതന്ത്ര്യവും ആർട്ടിക്കിൾ 19 ഉൾപ്പെടുന്നതാണ്. വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം 21A ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ ഉൾപ്പെടുന്നത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ 2ഉം 3ഉം. സംഘടന രൂപീകരിക്കാനുള്ള അവകാശം, അന്യായമായ അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ സമത്വത്തിനുള്ള അവകാശത്തിൽപ്പെട്ടതാണ്. സ്വതന്ത്രമായി ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള അവകാശം മതസ്വാതന്ത്ര്യങ്ങളിൽ ഉൾപ്പെട്ടതാണ്.